നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കീർ സ്റ്റാർമർ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. വെസ്റ്റ്മിൻസ്റ്ററിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ച് ആൻഡി ബേൺഹാം. മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ റീഫോം UK ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർക്ക് കൈപിടിച്ച് വോട്ടർമാർ. തങ്ങളുടെ പുതിയ MP-യായി ബേൺഹാമിനെ തെരഞ്ഞെടുത്ത മേക്കർഫീൽഡ് മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തിന് രാജ്യത്തെ പരമോന്നത പദവിയിലേക്ക് എത്താനുള്ള വഴി കൂടിയാണ് ഒരുക്കി നൽകുന്നത്. 9,000-ലേറെ വോട്ടുകൾക്ക് താൻ വിജയിച്ചത് ഒരു വഴിത്തിരിവാകുമെന്ന് വിജയപ്രസംഗത്തിൽ ബേൺഹാം പ്രസ്താവിച്ചത് സ്റ്റാർമർക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. എൻ്റെ സ്വന്തം പാർട്ടിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മാറ്റത്തിനുള്ള അവസാന അവസരമാണെന്നാണ്. ഇതാണ് നൂറുകണക്കിന് ആളുകളുടെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഞാൻ കേട്ടത്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമതൊരു അവസരം ഉണ്ടാകില്ല, ബേൺഹാം വ്യക്തമാക്കി. 9 വർഷമായി ഹൗസ് ഓഫ് കോമൺസിന്റെ പടിചവിട്ടാൻ പറ്റാതെ പോയ ബേൺഹാം ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരുന്നത് പ്രധാനമന്ത്രി കസേര ലക്ഷ്യമാക്കിയാണ്. ലേബർ നേതൃപോരാട്ടത്തിൽ സ്റ്റാർമറെ വെല്ലുവിളിക്കുമെന്ന് ബേൺഹാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്തയാഴ്ച പാർലമെന്റ് പ്രവേശനം ഔദ്യോഗികമായി നടക്കുന്നതോടെ ഈ യുദ്ധത്തിനും തുടക്കമാകും. വീട് വാങ്ങാൻ വാക്ക് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം പിൻവാങ്ങുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമവുമായി ലേബർ ഗവൺമെന്റ്. ബ്രിട്ടനിലെ ഭവന വിപണിയെ സാരമായി ബാധിക്കാൻ പോകുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് ഗവൺമെന്റ് ആലോചന തുടങ്ങിയിരിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞ് വീട് വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുന്നവർക്ക് ഫൈൻ അടപ്പിക്കാനാണ് നീക്കം. പ്രോപ്പർട്ടി പർച്ചേസ് പരിഷ്കാരങ്ങളിലെ സുപ്രധാന മാറ്റമാകും ഇത്. നിലവിൽ വീട് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇല്ലാതെ തന്നെ ഇടപാടിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കും. കരാറുകൾ കൈമാറുന്നതുവരെയും ചിലപ്പോൾ ഇടപാട് പൂർത്തിയാക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴും ഈ പിൻവാങ്ങൽ നടക്കും. അവസാന ഘട്ടത്തിൽ വിൽപ്പന നടക്കാതെ പോയാൽ ലീഗൽ ഫീസായി നൽകിയ തുക നൽകാൻ ഇരു പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. സർവേ, സാധനങ്ങൾ മാറ്റൽ പോലെയുള്ളവയ്ക്ക് പണം ചിലവാക്കിയാലും ഇത് പൂർണ്ണമായി റീഫണ്ട് ചെയ്യാറുമില്ല. ഈ സാഹചര്യത്തിലാണ് മാസങ്ങൾ നീണ്ട വിലപേശൽ കഴിഞ്ഞ് കൃത്യമായ കാരണമില്ലാതെ ഇടപാടിൽ നിന്നും വലിയുന്ന ആളുകളെ കുരുക്കാൻ ഹൗസിംഗ് കമ്മ്യൂണിറ്റീസ് ലോക്കൽ ഗവൺമെന്റ് വകുപ്പ് നിയമം കൊണ്ടുവരുന്നത്. കുഞ്ഞുഞ്ഞ് എന്ന മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് UK അതേ സ്നേഹത്തോടെ വരവേൽപ്പ് നൽകുകയാണ്. ഡോക്ടർ മറിയ ഉമ്മനും ചാണ്ടി ഉമ്മനുമെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. വരുന്ന ആഴ്ച ഡോക്ടർ മറിയ ഉമ്മൻ UK-യിലേക്ക് വരികയാണ്. ഈ മാസം 27-ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുതുയുഗ സംഗമം 2026 ഫാമിലി മീറ്റിൽ അതിഥിയായിട്ടാണ് മറിയ ഉമ്മൻ എത്തുന്നത്. ഇപ്പോഴിതാ ചാണ്ടി ഉമ്മനും UK-യിൽ അതിഥിയായി വരികയാണ്. ജൂലൈ 4-ന് നടക്കുന്ന UK KCA കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് ചാണ്ടി ഉമ്മൻ എത്തുന്നത്. വാർവിക്ക്ഷയറിലെ സ്റ്റോൺലെയ് പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ കൺവെൻഷന്റെയും രജത ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി യൂണിറ്റ് അംഗങ്ങൾ വാശിയോടെ മത്സരിച്ചൊരുക്കുന്ന സമുദായ റാലി കാണാൻ ഏവരും ആകാംക്ഷയിലാണ്. കലാഭവൻ നൈസിന്റെ നേതൃത്വത്തിൽ സ്വാഗത നൃത്തവും ഒരുങ്ങുന്നുണ്ട്. ഭക്തിസാന്ദ്രമായ ദിവ്യബലിയോടെയാണ് കൺവെൻഷൻ തുടങ്ങുക. UK KCA നേതൃത്വം പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. പലിശ നിരക്കുകൾ 3.75% നിലനിർത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. പണപ്പെരുപ്പ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുന്നതെന്ന് സെൻട്രൽ ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. അതേസമയം മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ചെലവുകളാണ് ഈ വർഷം ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകി. US ഇറാൻ സമാധാന കരാറിലേക്ക് നീങ്ങിയതോടെ എണ്ണവില താഴ്ന്നിട്ടുണ്ടെങ്കിലും പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വ്യക്തമാക്കുന്നു. ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 9 അംഗങ്ങളിൽ 7 പേരും ബേസ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്തുന്നതിനെ അനുകൂലിച്ചു. സാമ്പത്തിക മേഖല മെല്ലെപ്പോക്കിലേക്ക് നീങ്ങിയതോടെ പണപ്പെരുപ്പ ഭീഷണി വർദ്ധിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. 2 അംഗങ്ങൾ നിരക്ക് കൂട്ടുന്നതിനെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.